ശശി തരൂരിന്റെ മോദി അനുകൂല പ്രസ്താവനകളിൽ കുഴങ്ങി കോൺഗ്രസ്. തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ്. പാർട്ടി ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് തരൂർ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. കോൺഗ്രസിന്റെ ചരിത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തരൂരിനെതിരെ നടപടിയെടുക്കണമെന്നും ഉദിത് രാജ് പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നമുക്കറിയാം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തരൂർ നടത്തിയ പല പ്രസ്താവനകൾ അവിടെ ദൗത്യസംഘം അയച്ചപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടി ആലോചിക്കാതെ തന്നെ, കോൺഗ്രസിനോട് പറയാതെ തന്നെ തരൂരിനെ തെരഞ്ഞെടുത്തത്. തരൂർ പറഞ്ഞത് കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുകയും ചെയ്തത്. രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുതെന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കുകയും ചെയ്തു. നിരന്തരമുള്ള പ്രസ്താവനകൾ ഹൈക്കമാൻഡിന് ഒരു നടപടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. ഉദിത് രാജ് ആരാണ്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? സിജു, വിദേശ പര്യടനത്തിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയത് മുതൽ തന്നെ AICC നേതൃത്വവും അതോടൊപ്പം ശശി തരൂരും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ശശി തരൂരിന് വഴങ്ങേണ്ട ഒരു നിലയിലേക്ക് AICC നീങ്ങുകയും ചെയ്തു. എന്നാൽ ഈ വിദേശ പര്യടനത്തിൽ പനാമയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പ്രസംഗത്തിനിടെയാണ് ഇത്തരത്തിൽ മോദിയെയും അതോടൊപ്പം BJP സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും വലിയ ഒരു വിമർശനം ഇപ്പോൾ ശശി തരൂരിനെതിരെ ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് അടക്കമുള്ള AICC നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും മോദിയെയും അതോടൊപ്പം BJP സർക്കാരിനെയും പുകഴ്ത്തുന്ന ഒരു ആളായിട്ട് ശശി തരൂർ മാറിയിട്ടുണ്ട്. അതോടൊപ്പം BJPയുടെ വക്താവായിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ഉദിത് രാജ് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രണ്ടാമത്തെ ദിവസവും ഇദ്ദേഹത്തിനെതിരെ, ശശി തരൂരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് പാർട്ടി ഒന്നും ചെയ്തില്ലെന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂരിനുള്ളത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയെ അത്തരത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ശശി തരൂർ എടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിനെതിരെ കർശനമായിട്ടുള്ള നടപടി AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഹൈക്കമാൻഡും അതായത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ശശി തരൂരിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉദിത് രാജ് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വവുമായി നേരത്തെ തന്നെ ശശി തരൂരിൽ വലിയ വിഭാഗീയത ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിനകത്തെയും അതോടൊപ്പം മറ്റു ഈ കേന്ദ്ര സർക്കാരിനെയും അതോടൊപ്പം മോദിയെയും പ്രകീർത്തിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ശശി തരൂരിനെതിരെ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വിദേശ പര്യടനത്തിലും ഇത്തരത്തിൽ BJPയുടെ ഒരു നയമാണ് ഇപ്പോൾ ശശി തരൂർ സ്വീകരിക്കുന്നത് എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ശശി തരൂർ നേരത്തെ തന്നെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂരിന് വഴങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് AICC നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ഒരു വലിയ രാഷ്ട്രീയ കോലിളക്കം സൃഷ്ടിക്കാൻ BJPയുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ ചരിത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തരൂരിനെതിരെ നടപടി എടുക്കണമെന്നാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് പറഞ്ഞത്. ഉദിത് രാജിന്റെ വാക്കുകളിലേക്ക്. व्यक्तिगत मुझे लाभ की चिंता नहीं है, मैं अपना मेरी देखने वो पार्टी वर्किंग कमेटी के ऊपर है, राष्ट्रीय अध्यक्ष के ऊपर है, राहुल जी के ऊपर है। लेकिन अगर वो गलत बात बोल रहे हैं, कांग्रेस का इतिहास मिटाने की कोशिश करेंगे, तो मैं कांग्रेस में हूँ भाई। मेरी अपनी व्यक्तिगत मुझे लाभ की चिंता नहीं है, मैं अपना सेक्रीफाइस करने को तैयार हूँ। तो लेकिन जिस पार्टी में हूँ उस पार्टी के साथ मैं नहीं खड़ा रहूँगा, एक कांग्रेसी नहीं खड़ा होगा। उस पार्टी को आप लहूलुहान कर रहे हैं कि उन्होंने कुछ किया नहीं है। ये फर्जी मोदी जी का फर्जी सर्जिकल स्ट्राइक इसको आप बड़ा महिमा मंडित कर रहे हैं। क्या अचीव किया है अभी?